താരസംഘടന അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്നാണ്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുക. 30 കൊല്ലമായി സംഘടനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന് അദ്ദേഹം പടിയിറങ്ങും. അതായത് ഈ 30 കൊല്ലവും ഈ അമ്മയുടെ സാന്നിധ്യം പലപ്പോഴും ആളുകൾ അനുഭവിച്ചിരുന്നത് ഇടവേള ബാബു വഴിയാണ്. കാരണം ബാബു ഒരു നിഴൽ പോലെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ 3 പതിറ്റാണ്ട് കഴിഞ്ഞ് പടിയിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമ്മ വിശേഷം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അശ്വിൻ, പറയും. വെരി ഗുഡ്. അമ്മയുടെ തലപ്പത്ത് വലിയൊരു അഴിച്ചുപണിയാണ് നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ജനറൽ ബോഡി മീറ്റിംഗിന് കൊച്ചി ഗോകുലം പാർക്കിൽ തുടക്കമാകും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇടവേള ബാബുവിന്റെ തന്നെയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുകയാണ്. പുതുമുഖങ്ങൾ വരട്ടെ എന്നൊരു നിലപാടാണ് ഇടവേള ബാബു സ്വീകരിക്കുന്നത്. ഒപ്പം എതിരില്ലാതെ മോഹൻലാലും ഉണ്ണി മുകുന്ദനും തലസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് 3ാം ഊഴമായി മോഹൻലാൽ വീണ്ടും എത്തുന്നത്. ഒപ്പം കുക്കു പരമേശ്വരൻ, സിദ്ദിഖ്, ഉണ്ണി ശിവപാൽ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് പുതുമകളും മാറ്റങ്ങളുമോടുകൂടി പുതിയ ഭരണസമിതി ഇന്ന് തെരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വരികയാണ്. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സംസ്ഥാന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനും ഒരു സ്വീകരണം കൂടി കൊടുക്കുന്നുണ്ട്. അതിലൊരു അപൂർവത കൂടിയുണ്ട്. ഈ അമ്മയുടെ 1994 അമ്മ എന്ന സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ആദ്യ അംഗത്വം സുരേഷ് ഗോപിയാണ് എടുക്കുന്നത്. രണ്ടാമതായി കെ.ബി. ഗണേഷ് കുമാറും. അങ്ങനെ ഈ അമ്മയുടെ തുടക്കം മുതലുള്ള അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന കെട്ടിപ്പടുക്കാൻ മുൻകൈയെടുത്ത രണ്ടുപേർ ഇന്ന് ഉന്നത തലങ്ങളിലാണ്. രണ്ടുപേരും മന്ത്രിയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരു അഭിമാന മുഹൂർത്തം കൂടി അമ്മയുടെ ഈ മീറ്റിംഗിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇരുവർക്കും സ്വീകരണവും ഒരുക്കുന്നുണ്ട്. എന്തായാലും 10 മണിക്ക് പരിപാടി ആരംഭിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും വരും മലയാള സിനിമയിൽ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങളടക്കം ഇന്നത്തെ ജനറൽ ബോഡിയിൽ സജീവ ചർച്ചയുമാകുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അശ്വിൻ പാലാഴിയാണ്.